Hello everyone, welcome back Joy and Roy official YouTube channel. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിന്റെ നടുവിലൂടെ നടക്കണമെന്നൊരാഗ്രഹം തോന്നി. എന്നാൽ പിന്നെ അങ്ങോട്ടേക്കൊന്ന് പോയാലോ? ഇപ്പോൾ ടൈം ഒരു 9 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എപ്പോഴത്തെയും പോലെയും തന്നെ പ്രെയർ എല്ലാം ചെയ്ത ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ പോയാലോ? ഓഫ് ടു സാമ്പ്രാണിക്കൊടി ഐലൻഡ്. നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന കായലിന്റെ നടുക്കുള്ള ഒരു ചെറിയ ഐലൻഡിലേക്കാണ്. ഇപ്പോൾ ഞങ്ങള് ഓൺ ദ വേയിലാണ്. നമ്മളിപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്നുമാണ്. അതുകൊണ്ട് തന്നെ നിയർ അബൌട്ട് 90 കിലോമീറ്റർ ആണ് അവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടെ 3 ബോർഡിംഗ് പോയിന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്: സാമ്പ്രാണിക്കൊടി, മണലിൽ, കുരീപ്പുഴ. ഈ 3 പോയിന്റിലും ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകളും പാർക്കിംഗ് ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ മണലിൽ എന്ന ബോട്ടിംഗ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് ഏറ്റവും അടുത്തുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കി അതിനനുസരിച്ച് വരാനായിട്ട് ശ്രമിക്കാം. ഈ ബോട്ടിലാണ് നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കുള്ള ബോട്ടിൽ ഞങ്ങൾ കയറിയിരിക്കുവാണ്. ഇവിടെ നിന്നും ഒരു 20 മിനിറ്റ്സ് ബോട്ട് യാത്രയാണുള്ളത്. 45 മിനിറ്റ് ആണ് നമുക്ക് സാമ്പ്രാണിക്കൊടിയിൽ ചിലവഴിക്കുവാനായിട്ട് ലഭിക്കുന്ന സമയം. മോർണിംഗ് 10 to ഈവനിങ് 5 o'clock വരെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഫൈനലി സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ്. അഷ്ടമുടിക്കായലിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഐലൻഡ് ആണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. നിലവിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ സാമ്പ്രാണിക്കൊടി. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 150 റുപ്പിയാണ്. ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ തിരക്കുള്ള സമയത്ത് വന്നാലും ഉറപ്പായും നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. കായലിന്റെ നടുവിലും ഒരു ലഘു ഭക്ഷണശാല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഇവിടെ നിന്നും വാങ്ങി കഴിക്കുവാനായിട്ട് സാധിക്കും. ദിവസവും 100ഓളം ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഇവിടത്തെ പ്രത്യേകത എന്തെന്നാൽ എല്ലായിടത്തും ഒരേ ആഴമാണുള്ളത്. നമ്മുടെ നീ ലെങ്ത് വരെ മാത്രമേ വെള്ളമുള്ളൂ. അതിനാൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. ഇത്ര കൂളായിട്ട് അഷ്ടമുടി കായലിന്റെ നടുവിലൂടെ നടക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ കഴിയും കേട്ടോ.
സമയം ഞങ്ങൾ ആ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഒരു വള്ളത്തിൽ കയറി ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. സോ യു ക്യാൻ സീ, ഞങ്ങളിപ്പോ വള്ളത്തിലാണ്. ഇപ്പൊ വള്ളത്തിൽ പോകണമെങ്കിൽ 100 രൂപ പെർ പേഴ്സൺ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. I think you can see the beauty of nature from this video. ആക്ച്വലി ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. വളരെ സ്ലോലി ആയിട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. സോ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. It was a wonderful trip. As you can see, we enjoyed a lot. ഇപ്പം നമ്മൾ കായൽ ഫുള്ള് ചുറ്റി കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് വീണ്ടും എത്തിയിരിക്കുവാണ്. വള്ളത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യുവാനായിട്ട് ലഭിക്കുന്ന ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന ആ സെയിം ബോട്ടിലാണ് തിരിച്ചും പോകുന്നത്. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു കേട്ടോ ഈ ട്രിപ്പ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണിത്. കായലിന് നടുവിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. സോ ഉച്ച കഴിഞ്ഞുള്ള ടൈം തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നിങ്ങൾ കൊല്ലം ട്രിവാൻഡ്രം ഭാഗത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ്. Come and enjoy with your family. Thank you. Bye bye.